സർ മ്യൂട്ടാണ്. താങ്ക് യു ഗോപിക. വെരി മാജിക് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറെ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ കുറെ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ നെപ്പോളിയൻ ഹിൽസിന്റെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഒരു സംഭവങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഏകദേശം നമ്മുടെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൺസിസ്റ്റൻസിയും പേഴ്സിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി പേഴ്സിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ ഈ ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോളിലേക്കുള്ള യാത്രയിൽ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ ജസ്റ്റ് നമ്മളെല്ലാവരും ജസ്റ്റ് നമ്മുടെ കൈ, നമ്മളിങ്ങനെ നമസ്കാര മുദ്ര അല്ലേ, ഇതേപോലെ ഒന്ന് പിടിക്കുക. എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ സെൻട്രലിലെ വിരല്, ഓക്കെ, ഏറ്റവും വലിയ വിരല്, സെൻട്രലിലെ വിരല്, അത് രണ്ടും ഒരേപോലെയാണ് നോക്കുക. ഒരേപോലെയാണ് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒരേ ഹൈറ്റ് ആണോ, ആർക്കെങ്കിലും ഹൈറ്റ് ഏതെങ്കിലും വിരലിന്റെ ഹൈറ്റ് കൂടുതലോ കുറവുണ്ടോ? ഓക്കെ, സെയിം ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അല്ല ഹൈറ്റ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ഡി എന്ന് കമന്റ് ചെയ്യും. രഞ്ജിത് സാറിന് ഡിഫറെന്റ് ആണ്, ബാക്കിയുള്ള ആളുകൾക്ക് ഡിഫറെന്റ് ആണ്, ഷീല മാമിന് ഡിഫറെന്റ് ആണ്, കീർത്തനക്ക് ഡിഫറെന്റ് ആണ്. ഏത് വിരലാണ് ആർക്കെങ്കിലും ഇതാ കണ്ടിട്ട് പറയാൻ സാധിക്കും? ഏത് വിരലാണ് കൂടുതലോ കുറവോ ഉള്ളത്? ഡിഫറെന്റ് ആണ്. സുബ്രഹ്മണ്യൻ സാറിന് ഡിഫറെന്റ് ആണ്, അബ്ദുൾ റസാഖ് സാറിന് ഡിഫറെന്റ് ആണ്, ഷൈനിമ. ശരിക്കും നിങ്ങളുടെ ഈ ഡിഫറെന്റ് ആണെന്നുള്ള ആളുകളുണ്ടല്ലോ, ഡിഫറെന്റ് ആണെന്ന് തോന്നിയ ആളുകൾ, ഓക്കെ, ഡിഫറെന്റ് ആണെന്ന് തോന്നിയ ആളുകൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഇതേപോലെ കൈവെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയാം, അല്ല എൻ്റെ വിരൽ സെയിം തന്നെയാണ് എന്നുള്ളതൊന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ മൈൻഡ് ഒരു 5-6 പ്രാവശ്യം പറയാം. ഡിഫറെന്റ് ആണെന്ന് ഫീൽ ചെയ്ത ആളുകൾ 5-6 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സെയിം ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ ഡിഫറെന്റ് ആണോ, അല്ല സെയിം തന്നെയാണോ എന്നുള്ളതൊക്കെ. ഡിഫറെന്റ് വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അല്ല എൻ്റെ വിരല് കറക്റ്റ് തന്നെയാണല്ലോ, സെയിം തന്നെയാണല്ലോ പറഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് നോക്കിയേ, ഡിഫറെന്റ് ആണോ സെയിം ആണോ എന്നുള്ളത്. ഒന്നുകൂടെ നോക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ നോക്കുക. ആർക്കെങ്കിലും ഇനി ഡിഫറെന്റ് ഫീൽ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. നേരത്തെ ഡിഫറെന്റ് ഫീൽ ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എല്ലാവർക്കും സെയിം ആയോ? ഇനിയും ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കറക്റ്റ് നിങ്ങൾ മൈൻഡ് നിങ്ങൾ പറയുക 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, അല്ല എൻ്റെ വിരല് ഒരേപോലെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, അതെല്ലാം സെയിം തന്നെയാണ്, എന്റെ തോന്നലായിരുന്നു, ഞാനൊന്നും കൂടെ എൻ്റെ കൈ വെക്കുന്ന സമയത്ത് എനിക്കത് കറക്റ്റ് സെയിം ആയിട്ട് കാണാം. നോക്കിയോ? ഡിഫറെന്റ് പറഞ്ഞ ആളുകൾ ജസ്റ്റ് എന്താണ് നിങ്ങളുടെ പുതിയ അപ്ഡേഷൻ? ഡിഫറെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് എന്ന് തന്നെ പറയാട്ടോ. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഡിഫറെന്റ് പറഞ്ഞ ആളുകൾ ഒന്ന് പറഞ്ഞേ. ജിജീഷിന് ഇപ്പൊ എന്താണ് തോന്നുന്നത്? അതേപോലെ തന്നെ റസാഖ് സാർക്ക് എന്താ തോന്നുന്നത്? ഷൈനി മാമിന് എന്താ തോന്നുന്നത്? ഷീല മാമിന് എന്താ തോന്നുന്നത്? കീർത്തന, രഞ്ജിത്ത്, ഇത്രയും ആളുകളൊക്കെയാണ് ഡിഫറെന്റ് പറഞ്ഞിരിക്കുന്നത്. റസാഖ് സാറിന് ഡിഫറെന്റ് ആണ്. ഓക്കെ, ബാക്കി ആളുകൾക്ക് സെയിം ആയി. ഷീല മാമിന് സെയിം ആയി, ജീഷ് സാറിന് സെയിം ആയി. ബാക്കി രഞ്ജിത്ത് സാർ സ്റ്റിൽ ഡിഫറെന്റ് ആണ്. ബാക്കിയുള്ള ആളുകൾ പിന്നെ ആർക്ക് ഡിഫറെന്റ് ഉണ്ടായിരുന്നേ? ഓക്കെ, കീർത്തനൊക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ
നമ്മളുടെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകും. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ടാവും. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചതൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ്. കുറച്ചും കൂടി കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മൾ പറയാറുണ്ട് നമ്മൾ തീവ്രമായിട്ടൊരു കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്നതിനേക്കാളും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എത്ര വിശ്വാസമുണ്ട്, എത്ര ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എത്ര വിശ്വാസ ഫീലിംഗും ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ലഭിക്കില്ല. എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും പിന്നിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമായിരിക്കും. അത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ മതങ്ങളാണെങ്കിലും ഇനി മതമില്ല എന്നുള്ള സംഭവങ്ങളാണെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വിശ്വാസമായിരിക്കും. അപ്പൊ ഈ വിശ്വാസം ആണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും മേജർ ഘടകം. അതേ സമയത്ത് തന്നെ വിശ്വാസമുള്ള സമയത്ത് തന്നെ നമ്മുടെ വിശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും നമ്മളെ ഫീലിങ്സും, ഓക്കെ, നമ്മളെ വിശ്വാസം, നമ്മളെ പ്രവൃത്തി, നമ്മളെ ഫീലിങ്സ്, ഇത് മൂന്നും കൂടി യോജിക്കുന്ന സമയത്താണ് നമുക്ക് ലൈഫിൽ എന്തുണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, 3 കാര്യങ്ങൾ വരണം. ഒന്ന്, നമ്മുടെ വിശ്വാസം വരണം. 2, നമ്മുടെ പ്രവൃത്തി വരണം. 3, നമ്മുടെ ഫീലിങ്സ് വരണം. ഇത് 3ഉം കൂടെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏതൊരു കാര്യവും സന്തോഷത്തോടെയും അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുക. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ, ഡ്രൈവിംഗ് അറിയാത്ത ആളുകളുണ്ട് ഇതിൽ. ഡ്രൈവിംഗ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യും. ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ, എനിക്ക് ഷീജ മാമിന് ഡ്രൈവിംഗ് അറിയില്ല. വേറെ ആൾക്ക്, ബാക്കി മണിസാറിന് ഡ്രൈവിംഗ് അറിയില്ല. അറിയുന്ന ആള് എസ് ആണോ നോണോ? അറിയോ? ഇല്ലേ? മണിസാർ ഡ്രൈവിംഗ് അറിയില്ലേ? സ്കൂട്ടർ അറിയാം, കാർ അറിയില്ല. സ്കൂട്ടർ അറിയാം, കാർ അറിയാം. ഓക്കെ, ഷൈനി മാമിന് അറിയില്ല, സുബ്രഹ്മണ്യം സാറിന് അറിയില്ല. ഓക്കെ, ഇത്രയും ആളുകൾ, ഇനിയിപ്പോൾ മണിസാറിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, മണിസാർ എന്താണ് കാർ ഡ്രൈവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ്? സ്കൂട്ടർ അറിയാട്ടോ, കാർ ഡ്രൈവ് ചെയ്യാനും വേണ്ടിയുള്ള ബുദ്ധിമുട്ട് എന്താണ്? അത് വേറെ ഒന്നുമില്ല, സ്വന്തമായിട്ട് കാർ വാങ്ങിയില്ല. മകനാണ് ഇപ്പൊ കാർ വാങ്ങുന്നത്, മകന്റെ പേരിലാണുള്ളത്. അപ്പം അയാള് ഓട്ടിക്കുകയാണ്. അപ്പം കാർ പഠിക്കാൻ ആഗ്രഹമുണ്ട്. കാർ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, റിയലി ആഗ്രഹമുണ്ട്. ശരിക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, കാറ് പഠിക്കാൻ നമുക്ക് ആദ്യം തടസ്സം ഉണ്ടായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താ നോക്കുക. മകന്റെ കാറാണെന്നുള്ളതായിരിക്കും നമ്മളെ തടസ്സം. ഓക്കെ, വേറെ തടസ്സം ഉണ്ടോ? എന്താണ്? മകന്റെ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഈ വിഷയം? എന്തായിരിക്കും വിഷയം? മകന്റെ കാർ എടുത്ത് ഡ്രൈവിംഗ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഡ്രൈവിംഗ് പഠിക്കാനുള്ള തടസ്സം എന്താണ്? പഠിക്കാൻ തടസ്സമൊന്നുമില്ല, പക്ഷെ അതിനും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താ മുതിരാത്തതിന്റെ കാരണം എന്താണ്? ആഗ്രഹമുണ്ട്. ഫസ്റ്റ് തിങ്സ് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് തിങ്സ്, മണിസാറിന് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ സംഭവം നമുക്ക് മകന്റെ കാർ ആയതായിരിക്കും പ്രശ്നം. മകന്റെ കാർ ആയതല്ല പ്രശ്നം, നമ്മൾ അതിന് മുതിർന്നിട്ടില്ല. മുതിരാത്തതിന്റെ കാരണം എന്താണ്? അത് പുതിയ കാറാണ്, ഇപ്പൊ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ. അതാണ്, പുതിയ കാറാണ് അടുത്ത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളിതൊന്ന് തട്ടിക്കഴിഞ്ഞാലോ എന്നുള്ള തട്ടിക്കഴിഞ്ഞാലോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് അല്ലെങ്കിൽ ഭയം, ഒരു ഫിയർ, അല്ലെ? ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഫിയർ. ഓക്കെ, ഈ ഡൗട്ടും ഫിയറും ഉള്ള സ്ഥലത്ത് എന്തുണ്ടാവില്ല? നിങ്ങൾ പറയാം, ഡൗട്ടും ഫിയറും ഉള്ള സ്ഥലത്ത് എന്തുണ്ടാവില്ല? നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ?
ഫസ്റ്റ് പറഞ്ഞ പോലെ എന്താ? വിശ്വാസം. 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 ഡൗട്ടും ഫിയറും ഉള്ള സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാവില്ല. ബാക്കിയുള്ള വിശ്വാസം. ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിക്കാത്ത ആളുകളൊക്കെ മൈൻഡിലേക്ക് നോക്കുക. ഈ ഡൗട്ടും ഫിയറും അവർക്ക് ഉണ്ടാവും. ഡൗട്ടും ഫിയറും ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? സ്വാഭാവികമായിട്ട് വിശ്വാസം ഉണ്ടാവില്ല. ഇത് ഡ്രൈവിംഗിൽ മാത്രമല്ല. ഓക്കെ, പല ആളുകൾക്കും ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ തുടങ്ങൂല. അപ്പൊ എന്ത് സംഭവിക്കൂല? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യില്ല? പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് അല്ല. ഒരിക്കലും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആണെന്ന് വിശ്വസിക്കരുത്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷന്റെ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവാണെങ്കിൽ എന്ത് വേണം? നമുക്കതിൽ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ വരണം. പോസിറ്റീവായിട്ടുള്ള വിശ്വാസം വരുന്ന സമയത്ത് മാത്രമേ എന്തേ ഉള്ളൂ? ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് ആവുള്ളൂ. അല്ലാത്ത സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യരുത്? പോസിറ്റീവ് ആണ് തിങ്ക് ചെയ്യരുത്. ക്ലിയർ ആണോ? അപ്പോ ആദ്യം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഈ സംഭവങ്ങൾ, ഇത് ഞാൻ മണിസാറും ബാക്കിയുള്ള ആൾക്ക് വിടട്ടോ, ആ എക്സാമ്പിളൊക്കെ വിടുക. ജസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ച കാര്യം കിട്ടുന്നില്ലെങ്കിൽ ഫസ്റ്റ് തിങ്സ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, മണിസാർക്ക് ഇപ്പൊ കാർ ഡ്രൈവിംഗ് പഠിക്കണം. എന്ത് സ്റ്റെപ്പാ ഫസ്റ്റ് എടുക്കാൻ പറ്റുക? ഒരു മുടക്കില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഒരു വിഷയമില്ല എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് ഉണ്ട്. ഒരു റിസ്ക്കും ഇല്ല. എന്താണ്? മോന്റെ കാറിന്റെ കീ ഒന്ന് മേടിക്കുക. ഓക്കെ, അതിന്റെ ഡോറൊന്ന് തുറക്കുക, അതിലൊന്ന് പോയിരിക്കുക, ആ ഹാൻഡിലൊന്ന് പിടിക്കുക. എന്തെങ്കിലും വിഷയം ഉണ്ടാവോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവോ? ഒരു വിഷയം ഉണ്ടാവില്ല. അത് ആർക്കറിയാം? മണിസാറിനും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ സ്റ്റെപ്പ് നമുക്ക് എടുക്കാം, അല്ലെ? ഒരു 10 ദിവസം 15 ദിവസം ഇതന്നെ ചെയ്തു. വെറുതെ കാർ ഓപ്പൺ ആക്കുന്നു, കാറിൽ പോയി ഇരിക്കുന്നു, തുറക്കുന്നു, ഗിയർമേലൊക്കെ ഒന്ന് കൈ വെക്കുന്നു, ഫസ്റ്റ് ഗിയർ അതോ സെക്കൻഡ് ഗിയർ ഒക്കെ ചോദിക്കുന്നു, ജസ്റ്റ് ഒന്ന് ഗിയറൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നു, ക്ലച്ചൊക്കെ ഒന്ന് പിടിച്ചിട്ട്. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആക്കി വെക്കുന്നു, എന്നിട്ട് ഗിയറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെറുതെ നോക്കുന്നു. എന്ത് സംഭവിക്കും? നമ്മൾക്ക് അതിലേക്കുള്ള ചെറിയ നമുക്ക് വെക്കാൻ പറ്റുന്ന, ഞാൻ മണിസാർ എക്സാമ്പിൾ അല്ലട്ടോ പറയുന്നത്. ഇപ്പൊ എല്ലാവരും മണിസാർ ചോദിക്കുന്നത് മണിസാർ ഡ്രൈവിംഗ് അടിക്കേണ്ട ആ സംഭവത്തിലേക്കല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ലൈവ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ട് പറയാനുള്ളൂ. ക്ലിയർ ആണോ? ഇതൊരു കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഏത് കാര്യത്തിലും നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകും. ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ കാർ ഇങ്ങനെ പിടിക്കുന്നു, കാറിന്റെ ഡ്രൈവിംഗ് ഇങ്ങനെ പിടിക്കുന്നു, അപ്പോൾ AC ഇടുന്നു, AC ഇടുമ്പോൾ ACന്റെ സൗണ്ട് കേൾക്കുന്നു, ACന്റെ ആ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇടുന്നു, വൈഫ് അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ആക്കുന്നു, കാർ ടൗണിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഞാൻ കാർ ഓടിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാലോ? ഓക്കെ, ഇന്നിപ്പോ റിയൽ അല്ലല്ലോ, എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്ന ഡൗട്ട് വന്നു കഴിഞ്ഞാലോ? ഇതേപോലെയൊക്കെ പറ്റുമെന്ന് ഡൗട്ട് വന്നു കഴിഞ്ഞാലോ? നടക്കും? ഇല്ല. നടക്കില്ല. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കാര്യം കിട്ടുമെന്നുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കലാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആ കാര്യം കിട്ടുമെന്ന് വിശ്വസിക്കുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് കിട്ടി സബ് കോൺഷ്യസ് മൈൻഡിന് ട്രെയിൻ ചെയ്യണം. ഞാൻ ഇന്നലെ ഉണ്ടായിരിക്കുന്ന, ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, എന്നാലും ഉണ്ടായിരിക്കുന്ന രസകരമായ സംഭവം പറയാം. ഓക്കെ, ഞാൻ താമസം ഇവിടെ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ താമസം ഞങ്ങളിവിടെ പുതിയൊരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് എടുത്തിട്ടുണ്ട്. നല്ലൊരു വീടായിരുന്നു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഫുഡ് ഞങ്ങൾ ഇന്നലത്തെ ഫുഡ് ഇങ്ങനെ പറയുന്നുണ്ട്, വൈകുന്നേരം എന്താ ഫുഡ് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞ വൈകുന്നേരം പറയാം. അപ്പൊ ഞാനത് എന്റെ ഓർമ്മയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചപ്പാത്തി ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഞാൻ മുസ്ലിനെ വിളിച്ച സമയത്ത് ഈ ചപ്പാത്തി ചിക്കൻ കറി എന്ത് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. സിമ്പിൾ എക്സാമ്പിളാ. അതായത് മുസ്തു പറഞ്ഞു നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഫൈനലി വരുമ്പോൾ ഇവിടെ തന്നെയുള്ള നമ്മളെ കൂടെ താമസിക്കുന്ന ഒരാളും കൂടെ വന്നു, താമസിക്കുന്ന ഒരാൾ വന്നു. അപ്പൊ ആളുടെ കയ്യിൽ ചപ്പാത്തിയും ചിക്കൻ കറി. അപ്പൊ ആൾക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഓഫീസിൽ ഒരാള് ഇത് മേടിച്ച് വെച്ച് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്,
ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിരിക്കാം, പക്ഷെ ഞാൻ പറയുന്ന സംഭവം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, ഒരു ചായ ആഗ്രഹിച്ച് നോക്കുക. ഓക്കെ, സിമ്പിൾ സാധനങ്ങൾ. ഒരു ചായ ആഗ്രഹിച്ച് നോക്കുക, ചായ ആരും കിട്ടുന്നുണ്ട് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും നിങ്ങൾ വിശ്വസിച്ച് നോക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളെപ്പോഴും നമ്മളൊരു പറയുന്ന, ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം ബിഗിൻ വിത്ത് എൻഡ് എന്ന് പറയുന്ന സംഭവമാണ്. ബിഗിൻ വിത്ത് എൻഡ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, ഈ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ തിയറി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃഷിപ്പണി ചെയ്യുന്ന ഒരാളെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മളെ ഗ്രൂപ്പിൽ കൃഷി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, ഒരു ചെടി ഉണ്ടാക്കുന്ന ആള് അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ആർക്കും കമന്റ് ചെയ്യാം. കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ എഫ് എന്നുള്ളതോ എഫ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഗാർഡൻ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ജി എന്നോ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. കൃഷി ചെയ്യുന്ന ആരില്ല? കമന്റ് വരായിട്ടാണോ? ആരുമില്ല? ആ, ചെറുതായിട്ട് ഷൈനി മാം ഉണ്ട്, മനോജ് സാർ ഉണ്ട്. മനോജ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? എന്താണ് ചെയ്യാറുള്ളത്? ഗാർഡനിങ് ആണോ ഫാമിംഗ് ആണോ? ചെറിയ കൃഷികള്, അടുക്കളത്തോട്ടം. അടുക്കളത്തോട്ടം, വെരി ഗുഡ്. ഓക്കെ, സാർ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ലോജിസ്റ്റിക്സ് ബിസിനസ്. വെരി ഗുഡ്. ഓക്കെ, ഈ അടുക്കളത്തോട്ടം ചെയ്യുന്ന സമയത്ത് എന്താണ് അവസാനമായിട്ട് ചെയ്തൊരു കൃഷി? ഏതെങ്കിലും ഒരു കൃഷിയുടെ ഒരു ഇത് പറയാമോ? എന്താണ് ചെയ്തിട്ടുള്ള ഒരു ഫാമിംഗ്? ഏത് കൃഷിയാണ്? വെണ്ട. ശരി, മനോജ് സാറ് ആ വെണ്ടയുടെ വിത്ത് ഭൂമിയിൽ കുഴിച്ചിടുമല്ലോ അല്ലെ? ഫാമിംഗ് ചെയ്തു. കുഴിച്ചിടുമ്പോ എന്താ മൈൻഡിൽ വരിക? വെണ്ടയുടെ വിത്ത് കുഴിച്ചിടുന്ന സമയത്തിന്റെ മൈൻഡിൽ എന്താ വരിക? അതെ, അത് മുളച്ച് അതൊരു ഫലം കിട്ടുന്ന പോലത്തെ ഒരു ഇത്. മറ്റേ ആദ്യം മുളയ്ക്കണ കാര്യമാണ് മനസ്സിൽ വരാം, മുളച്ച് വലുതാവുന്നത്. അതിനുശേഷം പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ തോന്നാറില്ല. ഇപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞത് കാരണം ഇപ്പൊ അത് പുഷ്പിക്കുന്ന കാര്യം അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സാധാരണ വരുന്നത് മുളച്ച് അതൊന്ന് ആ ഒരു അടുത്ത ലെവലിലേക്ക് വരുന്ന കാര്യം മാത്രമേ ആ സമയത്ത് മനസ്സിൽ വരാറുള്ളൂ. ശരി, ബേസിക്കലി നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ വെണ്ടയുടെ ഒരു കൃഷി ആ വിത്ത് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെണ്ട വരും അല്ലെ? ഒരു തക്കാളി കൃഷി ചെയ്യുകയാണെങ്കിൽ, ഒരു വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? ആ വാഴ കൃഷി എന്നുള്ള സാധനം വരുന്നില്ല, പകരം വാഴ അത് ഇതായിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ പഴമായിരിക്കും എന്ത് ചെയ്യുക നമ്മളതിൽ വരിക. വെണ്ട കൃഷി ചെയ്യുമ്പോൾ സമയത്ത് എന്താ വരുന്നത്? ആ വെണ്ടയ്ക്കാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് മൈൻഡിൽ വരുന്നത്. തക്കാളി എന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, എൻ്റെത് മാത്രമല്ല, നിങ്ങൾ ഓരോ ആളുകളും കൃഷി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാട്ടുന്നത്, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലുമൊക്കെ വെള്ളപ്പൊക്കം വന്നിട്ട് ബാക്കി വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടൊക്കെ എന്ത് ചെയ്യും? കാറ്റടിച്ചിട്ടൊക്കെ പോകും അല്ലെ? ഇനി ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളി അത് വിശ്വസിക്കുന്നുണ്ട്, ആ കൃഷി ചെയ്യുന്നുണ്ട്, അതിനെ കറക്റ്റ് ആയിട്ട് ഗൈഡും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കിട്ടും. ഇതേ സാധനം അല്ലെ, ഒരു വെണ്ടയുടെ വിത്തം ഇട്ട് വെച്ചു, അതുകൊണ്ട് മാത്രം വെണ്ട കിട്ടുമോ? ഒരു ദിവസം ചെയ്തു വെണ്ടയുടെ വിത്തിട്ടിട്ട് മനോജ് സാറാണ് പോയി കഴിഞ്ഞാൽ വെണ്ട കിട്ടുമോ? ഇല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് വേണം? അതിനെ നമ്മൾ പരിചരിക്കണം. അപ്പുറത്തുള്ള കളകൾ ഒഴിവാക്കണം. ഇത് ഈ കളകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവമാണ്. ആ കൃഷി നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? നല്ല കാടൊക്കെ ഉണ്ടായിരുന്നു, കാടൊക്കെ വെട്ടി ഭൂമിയൊക്കെ ക്ലീൻ ആക്കിയതിനു ശേഷം അവിടെ വെണ്ടക്കയുടെ കുറെ വിത്തിട്ടു. വെണ്ടക്കയുടെ കുറെ വിത്തിട്ടതിനു ശേഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും കളകൾ വരും, അത് ഒന്ന് പുഷ്പിക്കില്ല, നശിച്ചു പോകും. തീർച്ചയായിട്ടും കളകൾ വരും, പുഷ്പിക്കില്ല, നശിച്ചു പോലെ. കളകളാണോ പെട്ടെന്ന് ഉണ്ടാവുക, അല്ല ഈ കൃഷിയാണോ പെട്ടെന്ന് ഉണ്ടാവുക? ഏതാ ഈസി? ഈസിയിൽ വളരെ ഏതാ? തീർച്ചയായിട്ടും കളകൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും കളകളായിരിക്കും. താങ്ക് യു മനോജ് സാർ. ഈ തീർച്ചയായിട്ടും ഈ കൃഷിനെക്കാളും കൂടുതൽ വളരുന്നത് കളകളായിരിക്കുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പോസിറ്റീവിനേക്കാളും കൂടുതൽ നമുക്ക് ചുറ്റുപാടും കുറെ നെഗറ്റീവ് സാധനങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഈ നെഗറ്റീവ് ആയിട്ട് വരുന്ന ഇതേപോലെ കളകളെ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം? പറിച്ചു കളയണം. ഓക്കെ, വെള്ളം വേണ്ട സമയത്ത് വെള്ളം നനച്ചു കൊടുക്കണം, അതിന് സപ്പോർട്ട് വേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം.
വേറെ എന്തെങ്കിലും അതിലെന്തെങ്കിലും കീടനാശികളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നല്ല വൃത്തിക്കുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല വെണ്ട കിട്ടുക. നിങ്ങളുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് ഇതേപോലെ എപ്പോഴാണോ അതിന്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് നിങ്ങളെ മൈൻഡിൽ കാണാൻ പറ്റുന്ന, വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ആ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, അവിടെയാണ് കിട്ടുക. അവിടെയാണ് നിങ്ങൾക്ക് എന്ത് പറയാ? ക്ലാരിറ്റി ഉണ്ടാവുക. അവിടെ വെണ്ടയുടെ കൃഷിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആദ്യമേ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കാൻ പറയുന്നത്. കുറച്ച് വിത്ത് ഉണ്ട് മനോജ് സാറെ കയ്യിൽ, ഇത് ഏതൊക്കെ വിത്ത് എന്നൊന്നും അറിയില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വിത്തും കൂടെ അങ്ങോട്ട് ഇട്ട് വെക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴേക്കും 2 വെണ്ടയുടെ അടിയിൽ എന്ത് വരിക? വേറെ വല്ലൊരു മരത്തിന്റെ വിത്തും വരിക. അപ്പൊ അത് വെണ്ടക്കും ദോഷം വരിക. അപ്പൊ ഈ ക്ലാരിറ്റി ഉണ്ടാവുന്നത് എവിടുന്നായിരിക്കും? ഈ വിശ്വാസം കണ്ട്. ഈ വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് വിശ്വാസം കുറവുള്ളത്, ആ വിശ്വാസം കുറവുള്ള സ്ഥലത്ത് ക്ലാരിറ്റിക്ക് കുറവുണ്ടാവും. അപ്പൊ മണിസാർ ഇന്ന് മുതൽ വെറുതെ ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? കാർ ഡ്രൈവിങ്ങിന്റെ വീഡിയോസ് ഒരു 10 ദിവസം കണ്ടു നോക്കുക. മണിസാർക്ക് എന്താ കൂടുക? ക്ലാരിറ്റി കൂടും. ക്ലാരിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? വിശ്വാസം കൂടും. ക്ലിയർ ആണോ? എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിശ്വാസം കുറവുണ്ടോ? വിശ്വാസം കുറവുള്ള സ്ഥലത്തൊക്കെ എന്തിനു കുറവുണ്ടാവും? എന്തിനു കുറവുണ്ടാവും? ഹലോ, ക്ലാരിറ്റി സംശയം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ വിശ്വാസം ഇല്ലാത്തത്, ആ സ്ഥലത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ക്ലാരിറ്റിയുടെ കുറവുണ്ട്. അപ്പൊ നമ്മൾ ഓരോ മാനിഫെസ്റ്റേഷന്റെ പിന്നിലും എന്തുണ്ട്? ഒരു ന്യൂറോ സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ന്യൂറോ സയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു നമ്മൾ മാനിഫെസ്റ്റേഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഒരു കോട്ട് ഉണ്ട്, എവറിത്തിങ് ദാറ്റ്സ് കം ഇൻ ടു യുവർ ലൈഫ് ആർ അട്രാക്ടിങ് ഇൻ ടു യുവർ ലൈഫ് ആൻഡ് ഇറ്റ്സ് അട്രാക്റ്റഡ് ടു യു ബൈ വിർച്വൽ ഓഫ് ദ ഇമേജ് ദാറ്റ് യു ആർ ഹോൾഡിങ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ന്യൂറോ സയൻസിന്റെ രീതിയിലൂടെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ മുമ്പിൽ അതൊരു വിർച്വൽ ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. കാർ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എന്താ മൈൻഡിലേക്ക് വരുന്നത്? അല്ലേ? നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? ഞാൻ കാർ ഡ്രൈവ് ചെയ്യുന്ന വരുന്നുണ്ടോ? നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നതല്ലേ? ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന വരുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മളെല്ലാവരും ഉണ്ട്, ഞാനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാനാ കാർ ഡ്രൈവ് ചെയ്യുന്നത് എന്ത് ചെയ്യാം? ഇമേജ് തരിക. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ബ്രെയിനിന്റെ പ്രത്യേകത ഇമേജ് രൂപത്തിലാണ് നിങ്ങളുടെ ബ്രെയിൻ എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്യുന്നത്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. അമ്മ എന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്ന്, അമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്താ മൈൻഡിലേക്ക് വന്ന്? ആർക്കും അമ്മയിട്ട് വരാം. അമ്മനെ ഓർമ്മ വന്നു അല്ലേ? അമ്മ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അല്ല നിങ്ങൾ കേട്ടത്. അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ ആ പിക്ചറാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്. ഒരു റോസാപ്പൂ, താജ്മഹൽ, മമ്മൂട്ടി അല്ലേ? അപ്പൊ എന്നെ കേൾക്കല്ല ചെയ്യുന്നത്, നിങ്ങളെ ബ്രെയിനിലേക്ക് അതിന്റെ ഒരു പിക്ചർ വരികയാണ് ചെയ്യുന്നത്. ഈ പിക്ചർ വരുന്നത് എങ്ങനെയാണ്? എവിടെയാണോ ക്ലാരിറ്റി ഉള്ളത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ആ പിക്ചർ കിട്ടുക. ഞാൻ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ പറയാം. കൊണ്ടോട്ടി, ഷൈനി മാമിന്റെ മൈൻഡിലേക്ക് എന്തെങ്കിലും വന്നു? കൊണ്ടോട്ടി എന്ന് പറഞ്ഞപ്പോ ഷൈനി മാമിന്റെ മൈൻഡിലേക്ക് കൊണ്ടോട്ടി എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും വന്നോ? ആ സ്ഥലവും അവിടത്തെ കടകളും അവിടത്തെ ഒരു മാർക്കറ്റ്. ഇതിന് മുമ്പ് ഈ സ്ഥലം കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഓക്കെ, റോസ്ലിന് കൊണ്ടോട്ടി എന്ന് പറഞ്ഞപ്പോ എന്തേ വന്നോ? ഇല്ല, ഞാൻ കൊണ്ടോട്ടി എന്നൊരു ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. കൊണ്ടോട്ടി എന്ന് പറഞ്ഞ ബോർഡ് കാണുന്നത് ഓർമ്മ വന്നു സാറേ. സാറ് കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലം കണ്ടിട്ടില്ല, അപ്പൊ സാറിന് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നെ ഓർമ്മ വന്നു അല്ലെ? നിങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിലേക്കാണ്. ഷൈനി മാം ആ സാധനം കണ്ടോണ്ട് എന്ത് ചെയ്തു? ഷൈനി മാമിന് ആ സ്ഥലം ഓർമ്മ വന്നു. റോസ്ലി മാം ആ സ്ഥലം കണ്ടിട്ടില്ല. അവിടെ നമുക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവോ അത്രമാത്രം ആ പിക്ചറോടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു സാധനത്തിന് ഉള്ളതുപോലെ കാണെങ്കിൽ അതിന് നമുക്ക് വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി വെക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിന്റെ മുകളിലേക്കുള്ള യാത്രയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുക എന്ന് പറയണമെങ്കിൽ നമ്മളൊക്കെ അത്രയും ഓരോ കാര്യങ്ങളിലും എത്രമാത്രം ക്ലാരിറ്റി എന്ന് വെച്ചാൽ
അത്രയും നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഡീപ്പെൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടും. അതിനെക്കുറിച്ചിട്ട് എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നോ അത്രമാത്രം നിങ്ങളുടെ ക്ലാരിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു വീട് വേണമെന്ന് വിഷ്വലൈസ് ചെയ്യാന്ന് സങ്കല്പിച്ചോളൂ. ഓക്കെ, ഒരാൾ വീട് വേണമെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളുണ്ട്. 2 ടൈപ്പ് ഓഫ് വീട് വേണമെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ആളെ നമുക്ക് എടുക്കാം. എക്സ് എന്ന് പറഞ്ഞ ആൾക്കും വീട് വേണം, വൈ എന്ന് പറയുന്ന ആൾക്കും വീട് വേണം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആൾക്ക് വീട് വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു ആക്ഷനും എടുത്തിട്ടില്ല. വൈ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അയാൾക്ക് വീട് വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അയാൾ ജസ്റ്റ് ഇന്റർനെറ്റിലൊക്കെ പോയിട്ട് തപ്പിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീടിന്റെ പിക്ചർ എടുത്തിട്ട് അയാളുടെ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കായിരിക്കും വിഷ്വലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുക? എക്സിനാണോ വൈനാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എക്സിനാണോ വൈനാണോ? എക്സ് എന്ന് പറഞ്ഞാൽ വീടെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒന്നും ചെയ്തിട്ടില്ല. വൈ എന്ന ആള് വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഇന്റർനെറ്റിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചർ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. അയാൾക്ക് വീടെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പിക്ചർ ഉള്ളത് പോലെ വീട് അയാളെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ക്ലിയർ ആണോ? സിംപ്ലി നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന കുറെ സ്റ്റെപ്പുകൾ ഉണ്ടാവും. സിംപ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ സിംപ്ലി ചെയ്തിട്ട് അതിന്റെ ക്ലാരിറ്റി കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ വിശ്വാസം കൂടുക. ഓക്കെ, നിങ്ങൾ ആ വിശ്വാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീലിങ്സ് കൂടുക. വിശ്വാസം കൂടുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫീലിങ്സ് കൂടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കണ്ണടക്കുക എന്നുള്ളത്. ഓക്കെ, കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തായി? ഇരുട്ടായി. കണ്ണടച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് നിങ്ങൾ എന്തായി? ഡിസ്കണക്റ്റഡ് ആയി. റിയൽ വേൾഡിൽ നിങ്ങൾ എന്തായി? ഡിസ്കണക്റ്റഡ് ആയി. ഡിസ്കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വേറൊരു ലോകത്തേക്ക് നിങ്ങൾ എൻ്റർ ആയി. ആ ലോകത്ത് എവറിത്തിങ് ഈസ് പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അവിടെ എല്ലാം പോസിബിൾ ആണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ആ വിർച്വൽ വേൾഡിൽ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കുന്ന സെക്കൻഡറി വേൾഡിൽ ഉള്ളതിന് സത്യമാണ്, അത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള നിങ്ങളുടെ വിശ്വാസം, അവിടുത്തെ ഒരു ടോക്കിങ്ങും അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളേക്ക് സക്സസ് ആക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതിനെന്ത് ചെയ്യുക, നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, ഗോൾ സെറ്റിങ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്, ജസ്റ്റ് ഒരു പാർട്ടാണ്. അതെല്ലാം കൂടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 5% അതിന് ചാൻസ് ഉള്ളൂ. ബാക്കി 95% അതിൻ്റെ ആക്ഷനും ട്രസ്റ്റും ആണ്, അല്ലെങ്കിൽ ബിലീഫും ആണ്. ക്ലിയർ ആണോ? സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞു തന്ന സംഭവത്തിലുള്ളൂ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വരുന്നില്ലെങ്കിൽ അത് മറ്റൊരാളുടെ പ്രശ്നമോ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രശ്നം ഉണ്ടായിട്ടോ പ്രപഞ്ചത്തിന്റെ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ കാര്യം കിട്ടുമെന്നുള്ളതില്ല നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ആക്ഷൻ എടുക്കും. വിശ്വാസം ഇല്ലാത്ത സ്ഥലത്തൊന്നും നിങ്ങൾ ആക്ഷൻ എടുക്കില്ല, കാരണങ്ങൾ കണ്ടെത്തും. അതിന്റെ ഒരു എക്സാമ്പിളിലൂടെയാണ്, ലൈവ് എക്സാമ്പിളിലൂടെയാണ് മണിസാർ നമ്മൾ കൊണ്ടുപോയത്. മണിസാർക്ക് ആ ആക്ഷൻ എടുക്കാനുള്ള പേടി വരുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിന്റെ അഭാവം കൊണ്ടാണ്. അപ്പൊ വിശ്വാസത്തിന്റെ അഭാവം എന്തുകൊണ്ട് തന്നെ? ക്ലാരിറ്റിന്റെ കുറവ് കൊണ്ടാണ്. ഇതേ പേടി ആർക്ക്? മണിസാർക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോ സ്കൂട്ടി പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു. അല്ലെ? മണിസാർ നന്മിട്ട് നോക്കി. മണിസാർ നന്മിട്ട് സ്കൂട്ടി പഠിക്കുന്ന സമയത്ത് ഇതേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ കുറെ ആൾക്കാരൊക്കെ സ്കൂട്ടി പഠിക്കുന്ന മണിസാർ ആ പിയർ ഗ്രൂപ്പിൽ ആരെങ്കിലൊക്കെ, അന്നത്തെ പിയർ ഗ്രൂപ്പിൽ ആരൊക്കെ സ്കൂട്ടി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചും കൂടി സ്റ്റോറി ആരെയും പറഞ്ഞിട്ടുണ്ടാവും. ഞാനും ഇങ്ങനെയൊക്കെ തരുന്ന മണിയെ ഞാൻ അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോ ശരിയായി, നമുക്ക് സൈക്കിളൊക്കെ അറിയുന്നതല്ലേ, അതങ്ങോട്ട് ഓടിച്ചു പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? എടുത്ത് ഓടിച്ചു അല്ലെ? ഇവിടെ വേറെ ഏതൊക്കെയോ ഒരു ആൾക്കാർ പറഞ്ഞതുണ്ട്, കാറാകുമ്പോൾ ഓടിക്കുന്നത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം, 4 ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം, അതാകുമ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്, തട്ടിക്കഴിഞ്ഞാൽ പെയിന്റിന് ഭയങ്കര പൈസയാണ്, പിന്നെ അതാണ്, പിന്നെ പുതിയ കാറൊന്നും എടുത്ത് പഠിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ എന്റെ കാർ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊന്നും ഓടിക്കാറില്ല. വേറെ ആളുകൾക്ക് പിന്നെ അപകടമൊന്നും ഇല്ലാതിരിക്കാനുമായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചു ഓടിക്കും. അല്ലാതെ എന്റെ കാർ ഭയങ്കര തട്ടുമോ? തട്ടി തട്ടി വേറെ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. വണ്ടി തട്ടി, വണ്ടിക്ക് എന്തേലും പറ്റി എന്താ പ്രശ്നം? കുറച്ച് പൈസ പോവാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാ കിട്ടും, കുറച്ച് ദിവസം കാർ ഉണ്ടാവില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് കാർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തട്ടാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല.
വളരെ കുറവാണ്. ആക്സിഡന്റ് ഒന്നും ഇതുവരെ ഒരു മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. സോ പറഞ്ഞു വന്ന സാധനം എന്ന് പറയുന്നത് ബേസിക്കലി ഇതെല്ലാം കണക്റ്റഡ് ടു നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആണ്. ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾ ടേക്ക് അവേ ആയിട്ട്, ഞാനിനി കൂടുതൽ നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്കൊന്നും പോകുന്നില്ല, ടേക്ക് അവേ ആയിട്ട് നിങ്ങൾ എടുത്ത് പോകേണ്ടത്, നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് ഒറ്റ കാര്യം പറയാം. വിശ്വാസം അതല്ലേ എല്ലാം, അല്ലെങ്കിൽ വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളതിന് വിശ്വാസം അതാണ് എല്ലാം. ഓക്കെ, എവിടെ നിങ്ങൾക്ക് വിശ്വാസം കുറവുണ്ടോ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്. എവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടോ അവിടെ നിങ്ങൾ പ്ലാനിങ് കൂട്ടണം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. സോ നിങ്ങളുടെ വിശ്വാസം എവിടെ കുറവുണ്ടോ അവിടേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എവിടെയാണോ ആ ക്ലാരിറ്റി കുറവ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ആ കൂടുതൽ പഠനമാണ്, അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കൂടുന്നതാണ് വിശ്വാസത്തിലേക്ക് എത്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഷൈനി മാമിന് കൊണ്ടോട്ടി വരിക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും, അത്ര ഈസി ആയിരിക്കില്ല റോസിൽ മാമിന്. ക്ലിയർ ആണോ? ഷൈനി മാമിന് കൊണ്ടോട്ടി വരിക എന്ന് പറയുമ്പോൾ വരുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ഫിയർ എന്തെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഷൈനി മാം? ഇല്ല. ഇല്ല. റോസ്ലി മാം അതേപോലെ ഈസി ആയിട്ട് പോരാൻ കഴിയും കൊണ്ടോട്ടിയിലേക്ക്? ഇല്ല സർ. ഇല്ല. കാരണം എന്താ? ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ? അപ്പൊ ഷൈനി മാം, റോസ്ലി മാം എന്ത് ചെയ്യാണ്? ഷൈനി മാമിനെ വിളിക്കുകയാണ്, എന്നിട്ട് കൊണ്ടോട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുകയാണ്, എന്നിട്ട് അതിന്റെ ബസ്സിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഷൈനി മാം ഒരു മോട്ടിവേഷൻ ആണ് കൊടുത്തു. അതൊന്നും വിഷയമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ചെറിയ കാര്യമില്ല, ഞാൻ എന്തെങ്കിലും റോക്കറ്റ് സയൻസ് പറയുന്നുണ്ടോ? ഇത്ര തന്നെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ. ഇത് നിങ്ങൾ ഒരു കാര്യത്തിലുള്ളത് പോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഈ കൊണ്ടോട്ടിക്ക് വരാൻ പറഞ്ഞ എക്സാമ്പിളിനും മണിസാറുടെ ഡ്രൈവിംഗിന്റെ എക്സാമ്പിളും പറഞ്ഞു, ഇത് തന്നെയാണ് ലൈഫിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന കാര്യത്തിലും ഹാർഡായിട്ട് തോന്നുന്ന കാര്യത്തിലും ഒരേപോലെയാണ്. ഇപ്പൊ നിങ്ങൾ ഇനി വേറെ സംഭവം ആലോചിക്കുക. ഈ ബി മാജിക്കിന്റെ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സമയത്ത് എൻ്റെ ദിവസത്തിന്റെ ഏറിയ പങ്കും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇതിന് ഒരു കാര്യത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. ഞാനിപ്പോ എൻ്റെ ഓഫീസ് ഇങ്ങനെ ആണെന്ന് ആഗ്രഹിക്കുന്നത്. ഞാനെപ്പോഴും ഇപ്പൊ അവരോട് പറയുന്നത് ബി മാജിക് പോലെ എൻ്റെ ഓഫീസ് ആവണം. ഞാനിപ്പോ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹം കോഴിക്കോടേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് രാവിലെ ഞാനിങ്ങനെ ചിന്തിച്ച കാര്യം, ഇനി എൻ്റെ ടീം മെമ്പേഴ്സിനോട് ഒന്നും ഞാൻ സംസാരിക്കാതെ എൻ്റെ ഓഫീസ് ആവണം. ഞാനൊരു 90 ദിവസം എൻ്റെ ഓഫീസിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കും. ഞാൻ 90 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ബി മാജിക്കിന് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ബി മാജിക് ഇതിലേറെ ഉഷാറായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും, ബി മാജിക് പോകുന്നുണ്ടാവും. പക്ഷെ ഇത് ഫസ്റ്റ് ഞാനില്ലെങ്കിൽ നടക്കൂല എന്ന് ചിന്തിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ ഇടപെടാൻ നടക്കൂല കേട്ടോ. ഞാൻ ഇടപെടാറുണ്ടോ? ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. ഈവൻ ലീഡേഴ്സ് മീറ്റ് പോലും ഈ ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വെക്കാറുള്ളൂ. ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ കുറെ ആക്റ്റീവ് ആകാറുണ്ടോ? ഇല്ല. സോ ഇതൊരു വിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു ഡൗട്ട് ഉണ്ട്. ആ. അതെ, നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ വീട്ടിലെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം, അത് 2 or 3 പേരുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ അത് എങ്ങനെ നടക്കുക? ഈ ലോകത്തില് നമ്മളെ ചുറ്റുപാട് കുറെ ആളുകൾ പല 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 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരേ ലക്ഷ്യം ഉണ്ടാവും. ഒരേ ലക്ഷ്യത്തില് ഒരു കഥയുണ്ട്. കഥ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നാട്ടിൽ എന്ത് ചെയ്തു? വലിയ വരൾച്ച ഉണ്ടായി. വലിയ വരൾച്ച ഉണ്ടായപ്പം നാനാ മതസ്ഥർ എന്ത് ചെയ്തു? ഒത്തുകൂടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഴ പെയ്തു. ഓക്കെ. അപ്പൊ അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുട ഉണ്ടായിരുന്നു. ആ കുട്ടി കുട ചൂടി. ഷിജാമൻ എന്താ മനസ്സിലായത്? ആ കുട്ടിക്ക് മാത്രമാണ് ശരിക്കും എന്തുണ്ടായിരുന്നത്? വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്? കുട എടുത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ മഴയുടെ റിസൾട്ട് കിട്ടാൻ കാരണം എന്താണ്? അവിടെ കൂടി 1000 പേരിൽ ഈ ഒരു കുട്ടിയാണ് എന്ത് ചെയ്യാൻ ആ മഴയുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ സംഭവം ഉണ്ടെങ്കിൽ, അതിന്റെ ഒരു എനർജിക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? അതേ സമയത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യം, നമ്മൾ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇതാക്കുന്നുണ്ട്, നമ്മളുടെ മൈൻഡ് അങ്ങോട്ടാ പോകുന്ന വെച്ചെങ്കിൽ അവിടെയാണ് ഈ വിശ്വാസം പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ, ഇപ്പൊ പല ആളുകളും ചിലപ്പോൾ പറയാറുണ്ട് എല്ലാവരും ദൈവവിശ്വാസി ആയിരിക്കും. എന്നിട്ട് അവർ പറയും എൻ്റെ അച്ഛൻ സമ്മതിക്കൂല, എൻ്റെ അമ്മ
സമ്മതിക്കൂല, എന്റെ ഭർത്താവ് സമ്മതിക്കൂല, എന്റെ മക്കൾ സമ്മതിക്കൂല എന്നൊക്കെ പറയും. സി, അതിനേക്കാളും സൂപ്പർ പവർ ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു 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 ശക്തി. യെസ് ഓർ നോ? നിങ്ങൾ അച്ഛനേക്കാളും അമ്മനേക്കാളും ഭർത്താവിനേക്കാളും മക്കളെക്കാളും നിങ്ങളെ ചുറ്റുപാടുകളെക്കാളും ഒരു സൂപ്പർ പവർ ആണോ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി? ആണോ ഷിജ മാം? അതെ ആണോ? വാട്ട് എവർ ഇറ്റ് അതെ ഈസ്. സർ. നിങ്ങൾ വിശ്വാസം പ്രകാരം ദൈവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി ആയിരിക്കാം. എന്തായാലും ഫിസിക്സ് ഉണ്ടല്ലോ, ഒരു എനർജിക്കലും ഉണ്ടല്ലോ. ആ എനർജി ഇതിനേക്കാളും സൂപ്പർ പവർ ആണല്ലോ. ക്ലിയർ ആണോ? അതെ സോ അതെ. ആ പവറിന് ഇതിനൊക്കെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ നമ്മൾ ആ പവറിനെക്കാളും നമ്മളെ മക്കളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവിനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്സിലൊക്കെ പറയാറുണ്ട്, ഷിർക്ക് എന്ന് പറയാറുണ്ട്. എന്താണ്? ദൈവത്തിനോട് വേറെ സംഭവം കൂട്ടണമെങ്കിൽ ഞങ്ങൾ ഷിർക്ക് എന്ന് പറയും ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. അപ്പൊ അവിടെ നമ്മൾ ദൈവത്തിനെക്കാട്ടിലും വലിയൊരാളായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭർത്താവും ഭാര്യയൊന്നും വരില്ല. വരുമോ? അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ സുപ്രീം പവറിനെക്കാട്ടും മുകളിൽ വരുമോ? മുകളിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ തോട്ട് പ്രോസസ് ചേഞ്ച് ആവാനുണ്ട്. അപ്പോൾ നമ്മളെ ഡിസിഷൻ മേക്കർ ആയിട്ട്, നമ്മുടെ ഫൈനൽ ഡിസിഷൻ മേക്കർ ആയിട്ട് അവരുടെ അപ്രൂവലാണ് കാണുന്നത്. ആരുടെ അപ്രൂവലാണ് പ്രധാനം? ഇപ്പൊ എനിക്കൊരു കാര്യം വേണം, ഇപ്പൊ എന്റെ ഉമ്മയോ ഉപ്പയോ എന്ന് പറയുന്ന രീതിയിലാവില്ല ഞാൻ ചെയ്യുന്നത്. അതെന്റെ ഉമ്മനോട് അപ്രൂവലുള്ള ധിക്കാരാവില്ല. ഓക്കെ, എൻ്റെ ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങൾ പറയും. ഇനി അവർ ഓക്കെ ആണെങ്കിൽ അല്ലാണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അവരെന്നെ ശപിക്കാതിരിക്കാൻ വേണ്ടി നോക്കാന്നുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പിയുമ്പൊക്കെ ഞാൻ ഭയങ്കര റിലേഷനിലാട്ടോ. ഞാൻ പറയാം, കോമൺലി പറയാം. ഓക്കെ, എൻ്റെ വൈഫിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ ആവണമെന്നില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ക്ലിയർ ആണോ? നമ്മളുടെ വിശ്വാസം എത്രമാത്രം ദൃഢമാണോ, നമ്മളുടെ എത്രമാത്രം നമ്മുടെ യാത്രയിൽ ക്ലാരിറ്റി ഉണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ശ്രീജാൻ ക്ലിയർ ആണോ? ക്ലിയർ ആയി സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗോപിക. ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സോ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. ഓക്കെ, ഫസ്റ്റിൽ ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റാർട്ട് ചെയ്യാവോ? സമയമായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു. ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നേരത്തെ പറഞ്ഞു, ഈ ടേക്ക് പറഞ്ഞു. ഓക്കെ, അതൊന്നോ രണ്ടോ ആൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഐ വിൽ റിവീൽ. ഡൗട്ട്സ് ഒന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് ചെറിയൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോ കാര്യങ്ങളോ അറിയിക്കാം. സോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ സേഫ് സർ, താങ്ക് യു സോ മച്ച് ടീം മെമ്പേഴ്സ്. താങ്ക് യു. മീറ്റിംഗ് ഉണ്ടോ? മീറ്റിംഗ് വെക്കാം, റെഡി ആണെങ്കിൽ വെക്കാം. ലീഡേഴ്സ് മീറ്റ് പറഞ്ഞിട്ടുണ്ടോ? അനൗൺസ് ചെയ്തിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞിരുന്ന എല്ലാ ബുധനാഴ്ചയും ക്ലാസ് കഴിഞ്ഞ് റെഡി ആണെങ്കിൽ ഓക്കെ. ഓക്കെ, ലീഡേഴ്സ് റെഡി ആണെങ്കിൽ ഓക്കെ. ഓക്കെ, അങ്ങനെയാണ്. മറ്റ് ലീഡേഴ്സ് എല്ലാവരും ഫ്രീ ആണ് ഇപ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും തിരക്കിലുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ നജിലുണ്ട്, ഷൈനി ഉണ്ട്. ചെയ്യാലോ? ഓക്കെ, പറഞ്ഞോളൂ, കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇത്രയല്ലേ ഉള്ളൂ. നമ്മളെ മീറ്റപ്പിനെ കുറിച്ചിട്ടായിരുന്നു സംസാരിക്കാൻ വിചാരിച്ചത്. 2000 ഇനിയിപ്പോ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ 2000 ഡേയ്സ് അല്ലേ? 2000 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ വർഷങ്ങൾ. എത്ര വർഷമാവും? ഏകദേശം 5.25 വർഷം അല്ലേ? 5.25 വർഷമാണ്. 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് 5.25 വർഷത്തിലേക്ക്
6 വർഷമാണ് ഏകദേശം. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ പ്ലാൻ? എന്താണ്, എങ്ങനെയാണ് നടത്തേണ്ടത്? സ്ട്രക്ചർ എന്താണ്? നൗഫൽ, എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ? എന്തെങ്കിലും ഉണ്ടോ? നമ്മ പുറത്തേക്കാണ്, വയനാട്ടിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ അത് സ്റ്റേ ചെയ്തിട്ടുള്ള പരിപാടി. റെസിഡൻഷ്യൽ ക്യാമ്പ്. ഉം. ഓക്കെ, അനൗൺസ് ചെയ്തോ? ഇല്ല, ലീഡേഴ്സ് ഗ്രൂപ്പിൽ തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കാണാം. ഓക്കെ, റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഓക്കെ, പറ്റുന്ന ആളുകൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ വയനാട് ഒക്കെ പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇപ്പോൾ കക്കാടംപൊയിൽ ഇങ്ങനത്തെ ഒക്കെ സ്ഥലമാണെങ്കിൽ 2 രീതിയിലാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 ഡേ പ്ലസ് റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പ്ലാൻ വേണമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ട്രിപ്പിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ കണ്ടെത്തിയ സൊല്യൂഷനാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്കത് ആലോചിച്ച് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാ ആളുകളും ഒന്നുമില്ലെങ്കിൽ വയനാട്ടിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കോഴിക്കോടേക്ക് എത്തുന്നു, അവിടുന്ന് അങ്ങോട്ട് വയനാട്ടിലേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കുക. ജസ്റ്റ് തീരുമാനിക്കുക. അപ്പോൾ കുറെ ആളുകളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റെസിഡൻഷ്യൽ ആണെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അല്ല, ചില ആൾക്ക് റെസിഡൻഷ്യൽ ആയിരിക്കും താല്പര്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 2 കൂട്ടരും കൂടി കൊളാബ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ. ഓക്കെ, ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുന്നു. ആ പ്ലേസിലേക്ക് നമ്മൾ എത്തിയതിനു ശേഷം അവിടെ നമ്മൾ 1-2 വണ്ടി ഇതിൽ വയനാടാണെങ്കിൽ വയനാട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിസോർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നേരത്തെ പോകുന്നു. നേരത്തെ പോയിട്ട് ഒരു 9 മണിയാവുന്ന സമയത്ത് ആ സ്ഥലത്ത് നമ്മൾ എത്തുന്നു. 9 മണിയാവുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തിയിട്ട് ഒരു പ്രോഗ്രാം, ജസ്റ്റ് നമ്മൾ ഷെഡ്യൂളിങ്ങിലുള്ള പ്രോഗ്രാം ഒരു ഈവനിങ് വരെയുള്ള പ്രോഗ്രാം ആയിരിക്കും. 5 o'clock വരെയുള്ള പ്രോഗ്രാം, 5 o'clock ശേഷമുള്ള പ്രോഗ്രാം ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 5 o'clock 6 o'clock കഴിഞ്ഞിട്ട് ആ മൺഡേ പോരേണ്ട ആളുകൾക്ക് തിരിച്ചു പോരുന്നു, ബാക്കിയുള്ള ആളുകളെ സ്റ്റേ ചെയ്യുന്ന രീതിയിലാക്കാം. അല്ല, റെസിഡൻഷ്യൽ ക്യാമ്പ് ആണെങ്കിൽ മാത്രമാക്കാം. ഞാൻ എല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പ്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ നൗഫൽ? ഹലോ, ആരുമില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, Clear ആണ് sir. അങ്ങനെയാണെങ്കിൽ നമ്മളത് നിങ്ങൾ എന്താണ് ഒന്ന് ലീഡേഴ്സ് ഗ്രൂപ്പ് ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അത് അനൗൺസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബി മാജിക്കിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരിക്കണം. ഓക്കെ, ബി മാജിക് ഗെറ്റ് ടുഗദർ ആയിരിക്കണം. ബി മാജിക്കിനെ പരിചയപ്പെടുത്താനുള്ള സംഭവമായിരിക്കണം. അപ്പൊ അതിന് ഒരു മാസമാണെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട സാധനം, അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ വൃത്തിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു November 30-നാണ് ഒരു പ്ലാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഡേ പ്ലാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന്റെ ഒരു ലാസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 10 ദിവസത്തിലെ രജിസ്ട്രേഷൻ വരുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ അതുവരെ മാർക്കറ്റ് ചെയ്തിട്ട് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് എൻക്വയറി എടുപ്പിക്കാനേ പറ്റുള്ളൂ. അതിന് ലാസ്റ്റ് ഈ ഒരു ഫിസിക്കൽ മീറ്റപ്പിന്റെ വിഷയം എന്ന് വെച്ചാൽ, ഓൺലൈൻ മീറ്റപ്പ് ഒക്കെ ആളുകൾ നേരത്തെ എന്ത് ചെയ്യും, ചിലപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഈ ഫിസിക്കൽ മീറ്റപ്പിൻ്റെത് ലാസ്റ്റ് സമയത്താണ് ആളുകൾ എന്ത് ചെയ്യുള്ളൂ, കൺഫർമേഷൻ എടുക്കുള്ളൂ. ഓക്കെ, അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പേയ്മെന്റ് മേടിച്ചിട്ട് ചെയ്യാം, ഒന്ന് പേയ്മെന്റ് ഒന്നും മേടിക്കാതെ സ്പോൺസർഷിപ്പ് മേടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു ഫസ്റ്റത്തെ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും. സാർ നൗഫൽ, അതെ, അങ്ങനെ ചെയ്യാം. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടേ ഇത് ചർച്ച ചെയ്തിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ബഷീർ സാറ് അവരോടൊക്കെ ചർച്ച ചെയ്തിട്ട് യാത്രകളൊക്കെ പോകുന്ന ആളുകളോടൊക്കെ. സുനിൽ സാറൊക്കെ ഉണ്ടാവും. അതെ, സുനിൽ സാറ്, ബഷീർ സാർ എല്ലാവരും കൂടിയിട്ട് നമ്മളൊക്കെ ഉണ്ടാവും അതില്. കാരണം നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പ് കൊണ്ടുപോയിട്ടൊരു പരിചയമല്ല, നമുക്ക് പോയിട്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. അതേപോലെ പഴയ ബി മാജിക്കിൽ ഇതിലൊക്കെ പങ്കെടുത്ത കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ കറക്റ്റ് വിളിച്ചിട്ട് ഇപ്പൊ ഇതാക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിലേക്ക് ആക്കണം. ഓക്കെ, ബി മാജിക് ഗെറ്റ് ടുഗദർ എന്നൊരു സംഭവം. ഓക്കെ, ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ പഴയ ആളുകൾക്കൊക്കെ ഇതുവരെ നമ്മൾ സ്കൂളിന്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സ്കൂളിന്റെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ 2000 ഡേയ്സ് ബി മാജിക്കിൽ അന്ന് മുതൽ ഇന്ന് വരെ വന്ന ആളുകൾ എത്ര ആൾക്കാരുണ്ടാവും റസാഖ് സാർ? എന്തായാലും 2000 2000-ലേറെ ആൾക്കാർ എന്തായാലും ഏറ്റവും മിനിമം ഉണ്ടാവും, അതിലേറെ ഉണ്ടാവും. അപ്പൊ ആ ഡാറ്റ ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവും ചെയ്യും. അപ്പൊ അത് മാക്സിമം അനൗൺസ് ചെയ്തിട്ട്
പിന്നെ പുതിയ ആളുകൾക്ക് വരാനും പഴയ ആളുകൾക്ക് ഒന്നും കൂടി മിങ്കിൾ ചെയ്യാനും പഴയ വന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള അവസരമായിട്ട് എന്ത് ചെയ്യാം, അതിനെ മാറ്റുക എന്നുള്ളതാണ് അതിൽ ബേസിക്കലി പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ ചെയ്താൽ മതി. ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മാർക്കറ്റിംഗ് വേറെ രീതി വേണമെങ്കിൽ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയോളി. എന്നിട്ട് ആ കമ്മിറ്റിക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവും. പിന്നെ ഡേറ്റും പ്ലേസും കറക്റ്റ് ആയിട്ട് ഒന്ന് കാണണം അല്ലേ? അതെ അതെ, ഇതെങ്ങനെ വേണ്ടത് എന്നുള്ളത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടേ വൺ ഡേ വേണോ അല്ലെങ്കിൽ വൺ ഡേ കം റെസിഡൻഷ്യൽ വേണോ ഹൈബ്രിഡ് വേണോ അത് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ആളുകൾക്കും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ റെസിഡൻഷ്യൽ ആകുമ്പോൾ അതിന് ഞാനൊരു അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കുറെ ആളുകളുടെ റെസിഡൻഷ്യൽ ആകുമ്പോൾ 40 ആൾക്കാർ ആ ലെവലിലൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുക. ഓക്കെ, അപ്പൊ അതിലേറെ ആളുകൾ വേണോ എത്ര ആളുകൾ മതി എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, റെസിഡൻഷ്യൽ കുറച്ചും കൂടി ഹെവി ടാസ്ക് ആണ്. മറ്റത് വൺ ഡേ ആണെങ്കിൽ ഇതില്ല. എന്നാൽ റെസിഡൻഷ്യൽ ചെയ്യേണ്ടവർക്കും ഇതും കൂടെ പറ്റുന്ന നേരത്തെ പറഞ്ഞ രീതിയിലോ അത് നിങ്ങൾ കമ്മിറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഓക്കെ സർ. എങ്ങനെ ഹലോ ചർച്ച ചെയ്ത് നോക്കാം. ശരി ശരി, ഓക്കെ. ചർച്ച ചെയ്ത വേറെ എന്തെങ്കിലും പറയണ്ടോ? ഹലോ സാർ, ബഷീർ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. അല്ലല്ല, അങ്ങനെ ചെയ്യാം. താങ്ക് യു. ഞാനൊരു യാത്ര പുറപ്പെടുകയാണ്, അതാണ് എന്റെ തിരക്ക വയനാട്ടിലേക്ക്. ഓക്കെ, താങ്ക് യു. ശരി, ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ ഉണ്ടാവും. താങ്ക് യു. ശരി, വൈൻഡപ്പ് ചെയ്യാം എന്നാല്. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സൈഡ് സർ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you all. Thank you so much. Thank you, sir.